السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ജുനൈദുദ്ദീൻ സാഹിബ് അവർകൾ, ചേരാവള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റും ഫിത്രയുടെ മാനേജർ, ഈ സദസ്സിനെ ഉദ്ഘാടിക്കുന്ന ദീനിയാത്ത് കേരളയുടെ കോ ഡയറക്ടർ ബഹുമാന്യനായ മിസബ് നദ്വി അവർകൾ, നമ്മളുടെ ഈ സദസ്സിൻ്റെ മുഖ്യ അതിഥി ബഹുമാന്യനായ ഡോക്ടർ അൽമിനാർ സൈനുദ്ദീൻ സാഹിബ് അവർകൾ, വിശിഷ്ട വ്യക്തിത്വങ്ങളായി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട IAMA സൗത്ത് സോണിൻ്റെ കൺവീനർ മുഹമ്മദ് റാഷിദ് സാർ, ഈ ജമാഅത്തിൻ്റെ ചീഫ് ഇമാം നമ്മുടെ ഫിത്രയുടെ പേരൻ്റ് കൂടിയായ ബഹുമാന്യനായ സക്കീർ ഹുസൈൻ റഷാദി സാർ അവർകൾ, ഒപ്പം നമ്മളുടെ പാരൻ്റൽ റെപ്രസെൻറ്റേറ്റീവ്സായി ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യനായ നിഷാദ് സാഹിബ്, നവാസ് സാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഗ്യാദറിംഗ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ബഹുമാന്യ രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ, ചേരാവള്ളി ജമാഅത്തിലെ അംഗങ്ങൾ, ആദ്യത്തെ പ്രസംഗത്തിൽ ബഹുമാന്യനായ മാനേജർ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നാം ഉള്ളത്. കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സർവോത്മുഖമായ വികാസത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കാലഘട്ടം തേടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, ഒരു സംവിധാനത്തിനെ മാതൃകയാക്കിക്കൊണ്ട് ഫിത്ര ഇസ്ലാമിക് അക്കാദമി അതിൻ്റെ 11ാമത്തെ വർഷം പൂർത്തിയാവുകയാണ്. ദൈനംദിനം പേടിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ കലാലയ മുറ്റങ്ങളിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു തലമുറയെ ശരിയായ നിലയിൽ വാർത്തെടുക്കേണ്ട കലാലയങ്ങളിലൂടെ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് നിലവിലെ രക്ഷിതാക്കളും മുമ്പോട്ടുള്ള തലമുറയുടെ ഭാവി എന്തായിരിക്കുമെന്നുള്ള വിഷയത്തിൽ മനുഷ്യന്റെ നന്മ, തലമുറകളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളും വലിയ ഭീതിയിലാണുള്ളത് എന്ന് പറയാൻ സാധിക്കുന്നു. അവിടെയാണ് നമ്മുടെ സ്ഥാപനം ഫിത്ര പോലെയുള്ള സ്ഥാപനങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ പ്ലാനിന്റെ പ്രസക്തി. വിദ്യാർത്ഥികളുടെ മനസ്സും ശരീരവും ഹൃദയവും ആത്മാവും ഒക്കെ സ്ഫുടം ചെയ്തെടുക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് വിദ്യാഭ്യാസത്തിന്റെ നിർവചനമായി, എഡ്യൂക്കേഷന്റെ നിർവചനമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായ നിലയിൽ നിർവഹിക്കപ്പെടുന്നു, അതിൻ്റെ ധർമ്മം ശരിയായ നിലയിൽ തലമുറകളിൽ സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും നാം ചിന്താകുലരാകേണ്ടിയിരിക്കുന്നു. അപ്രകാരം വിദ്യാർത്ഥികളുടെ മൈൻഡ്, ബോഡി, ഹാർട്ട്, സോൾ ഈ തലങ്ങളിലൊക്കെ അവരുടെ വികാസത്തിനെ മുൻനിർത്തിയിട്ടുള്ള കരിക്കുലവും പഠന അന്തരീക്ഷവും അധ്യാപകരുമാണ് ഫിത്രയിലൂടെ നാം ലക്ഷ്യമാക്കുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസൺസിനെ, മുഴുവൻ ലോകത്തിനും നേർവഴി കാണിക്കാൻ സാധിക്കുന്ന, മാതൃക കാണിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് നാം വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ കാലഘട്ടം തേടുന്നതും അപ്രകാരമുള്ള ആളുകളെയാണ്. ലോകത്തിന് നല്ല ഡോക്ടർമാരെ, എത്തിക്സ് ഉള്ള ഡോക്ടർമാരെ ആവശ്യമാണ്, എത്തിക്സ് ഉള്ള എഞ്ചിനീയേഴ്സിനെ ആവശ്യമാണ്, എത്തിക്സ് ഉള്ള ബിസിനസ്സുമാനെ ആവശ്യമാണ്, എത്തിക്സ് ഉള്ള നല്ല അടിയുറച്ച ആദർശമുള്ള പണ്ഡിതന്മാരെ ആവശ്യമാണ്. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും, സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ജനങ്ങളെ നയിക്കാൻ ഉതകുന്ന മുഴുവൻ ജനങ്ങളെയും വർഗ, വർണ്ണ, ഭാഷ, ദേശ, മതവ്യത്യാസമില്ലാതെ വളർത്തിക്കൊണ്ടുവരാൻ നേതൃത്വ പാടവത്തിലേക്ക് എത്തുന്ന വ്യക്തിത്വങ്ങളെയാണ് കാലം ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരമുള്ള ഒരു ഗ്ലോബൽ സിറ്റിസൺസിനെ വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് അൽഹംദുലില്ലാഹ് ഫിത്രയിൽ നടക്കുന്നതും. നാളിതുവരെ ഇതിൻ്റെ മുമ്പോട്ടുള്ള വഴിയിൽ നമുക്ക് കരുത്തായി കൂടെ നിന്ന നമ്മളുടെ മാനേജ്മെന്റ്, നമ്മളുടെ അധ്യാപകർ, പ്രിയ രക്ഷകർത്താക്കൾ,
നിലവിൽ ഈ ഒരു സന്ദർഭം ഹൃദയംഗമായി നിങ്ങൾക്ക് നന്ദി സൂചിപ്പിക്കുന്നതിനുള്ള ഒരവസരമായി കൂടി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. തുടർന്നും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കേവലം ഒരു വിദ്യാലയം അല്ലെങ്കിൽ കേവലം ഒരു സ്കൂൾ, കുറച്ചു കുട്ടികൾ എന്നതിലുപരിയായി സമൂഹത്തിൻ്റെ നാളെയുടെ നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള വലിയൊരു ദൗത്യമാണ് നാം അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം മാനേജ്മെന്റും അധ്യാപകരും ചേർന്നുള്ള വലിയൊരു ദൗത്യമാണ്, ഇതൊരു മിഷനാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിനെ ഉപയോഗപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അത്തരത്തിൽ ലോകത്തിന് നല്ല വ്യക്തിത്വങ്ങളെ വിഭാവനം ചെയ്യുന്ന മഹത് വ്യക്തിത്വങ്ങളെ വിഭാവനം ചെയ്യുന്ന ഒരു കലാലയമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് താങ്ങായി തണലായി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഉയർന്ന കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Your leadership continues to be a beacon of progress for Fitra. Jazakumullah khair. Education is not just about learning, it's about transforming lives. Tonight we